ടൂറ് പോവാ. ഇതൊക്കെ വരുണിന്റെ തന്ത്രമാ. അവർക്കിടയിൽ നിന്നും എന്നെ ഒഴിവാക്കാനുള്ള തന്ത്രം. പോയിട്ട് വരട്ടെ. അവര് വരുമ്പോഴേക്കും പത്മിനിയെയും കൽപ്പനയെയും നീ അങ്ങ് കയ്യിലെടുത്തു. ദേ മുത്തശ്ശി, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. രാധിക വരുണിനും ടൂറിന് വിട്ടിട്ട് അവര് സൂയിക്കുന്ന കാണാനാണോ ഞാൻ ഇവിടെ വന്നിക്കുന്നേ? പോയി കഴിഞ്ഞാൽ അവര് തിരിച്ചെത്തുമെന്ന് എന്താ ഉറപ്പ്? നമ്മൾ ഇനി കണിമംഗലത്തേക്ക് പോകുന്നില്ല എന്ന് വരുൺ പറഞ്ഞാലേ അവൾ അതും കേക്കും. അങ്ങനെ ആലോചിച്ചാലേ ഇത്തിരി കുഴപ്പമാണല്ലോ മോളെ. ഇത്തിരി അല്ല, അവര് ഈ യാത്ര പോയാ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാ അവരുടെ യാത്ര മുടക്കണം, അതല്ലേ നീ ഉദ്ദേശിക്കുന്നേ? മുടക്കണം, മുടക്കിയേ പറ്റൂ. സാധനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വാരി കെട്ടിയിരുന്നിട്ട് ആ യാത്ര മുടങ്ങുമ്പോഴുള്ളൊരു വിഷമമുണ്ടല്ലോ, അതെനിക്ക് അവരുടെ മുഖത്ത് കാണണം മുത്തശ്ശി. ഒരു കാര്യം ചെയ്യാം, ഞാനേ ഇന്ന് രാത്രി അങ്ങോട്ട് വരാം. എന്നിട്ട് നേരായ വഴിയിലൂടെ വരാമെന്നല്ല, ആരും കാണാത്ത വഴിയിലൂടെ വരാന്നാ ഉദ്ദേശിച്ചേ. ഞാനൊരു സാധനം കൊണ്ടുവരാം, അത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. അത് വെച്ച് നീ ഒരു കർമ്മം ചെയ്താൽ മതി, അവരുടെ യാത്ര തീർന്നോളൂ. അതെ മുത്തശ്ശി, ഈ കർമ്മം ചെയ്യലും പൂഴിഞ്ഞിടലും ഒന്നും വേണ്ട. അതല്ലാതെ എന്തെങ്കിലും മാർഗമുണ്ടോ? എടി, മന്ത്രവാദിയുടെ അടുത്തോ ജ്യോത്സ്യന്റെ അടുത്തോ പോയി കർമ്മം ചെയ്യേണ്ട കാര്യമല്ല പറഞ്ഞേ. കർമ്മ, അതായത് നീ നിന്റെ ജോലി ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു തരുന്ന കാര്യം നീ കൃത്യമായിട്ട് ചെയ്താ നാളെ അവര് കണിമംഗലത്ത് നിന്ന് ഇറങ്ങില്ല. മുത്തശ്ശി കാര്യം എന്താന്ന് പറയും, അത് നന്നാവോ ഇല്ലയോന്ന് ഞാനും നോക്കട്ടെ. ആ നാടോടികളുടെ കൂട്ടത്തിൽ കിടന്ന നിന്നെ ഞാൻ ആദ്യം ആശുപത്രിയിലും പിന്നെ ആറ്റുവാശ്ശേരിയിലും എത്തിച്ചില്ലേ? അന്ന് നിന്നോട് പറഞ്ഞു കണിമംഗലത്ത് നിന്നെ എത്തിക്കാമെന്ന്. ഇപ്പൊ നീ എവിടെയാ നിൽക്കുന്നേ? കണിമംഗലത്തിന്റെ നടുത്തളത്തിൽ അല്ലേ? വരുണിന്റെയും രാധികയുടെ യാത്ര മുടക്കിത്തരാമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടക്കി തന്നിരിക്കും. ഞാൻ അങ്ങോട്ട് എത്തുന്നത് വരെ നീ ഒന്ന് കാത്തിരിക്കേ. നീ ഫോൺ വെച്ചോ. മുത്തശ്ശി, അവസാനം അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നൊന്നും എന്നോട് പറയരുത്. എടീ, ശത്രുവിനെ ചൂണ്ടിക്കാണിച്ച് തന്നാലേ പിന്നെ മുത്തശ്ശിക്ക് ഊണും ഇല്ല ഉറക്കവും ഇല്ല. അവരെ തീർത്തിട്ടേ ഉള്ളൂ കാര്യം. നീ ഫോൺ വെച്ചോ. പാവങ്ങളല്ലടോ, വിശ്വസിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ? അല്ല, അന്ധനായിട്ട് താൻ കലക്കി കേട്ടോ. നല്ല ഭാവിയുണ്ട്. തന്നെ ചിലപ്പോ എനിക്ക് വീണ്ടും ആവശ്യം വരും. എപ്പോ വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി സാറേ. അല്ല സാറേ, എനിക്കൊരു സംശയം. രണ്ടുപേരെയും കൊല്ലാനാണ് ഉദ്ദേശമെങ്കിൽ അത് സാറിന് നിസ്സാരമല്ലേ? പിന്നെന്തിനാ ഈ അന്ധനും വഴിപോക്കനും ഒക്കെ? എടോ, ഓരോ കാര്യത്തിനും അതിൻ്റെതായ രീതികളുണ്ട്. രാധികയും വരുണിനെയും എനിക്ക് എപ്പോ വേണമെങ്കിലും കൊല്ലാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ലല്ലോ. ഞാൻ രാധികയെ കൊന്നാൽ ആ നഷ്ടത്തിൽ വരുൺ കരയേണ്ടതേ ഈ ചുമല് ചാരി ആയിരിക്കണം. അതായത് രാധികയുടെ മരണത്തിന് ശേഷം ഞാൻ വരുണിന്റെ വിശ്വസ്തനായിരിക്കും. എങ്കിലേ എന്നെ ഏൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ജീവൻ എടുക്കാൻ എളുപ്പാ, പക്ഷേ അവരറിയാതെ അവരുടെ ജീവിതം എടുത്ത് സമർപ്പിക്കുന്ന രീതിയുണ്ടല്ലോ, അതിലാണ് ഒരു ത്രില്ല്. പോവാം. അവളുണ്ടോടി അകത്ത്? ഇല്ല, ഭാര്യയും ഭർത്താവും കൂടി പർച്ചേസിന് പോയിരിക്കുക, നാളത്തെ ടൂറിന്. നാളത്തെ യാത്രയ്ക്ക് അവക്ക് അതൊന്നും വേണ്ടി വരില്ല. ഒരു വെള്ളമുണ്ട് മാത്രം മതി. ദേ, ഉഗ്രവിഷവാ. എങ്ങനെയെങ്കിലും ഇത് അവളുടെ ഉള്ളിൽ എത്തിച്ചാ മതി. ചൊത്ത് മുലച്ച് കിടക്കും.
നിന്നെ ദ്രോഹിച്ച് നിന്റെ സൗഭാഗ്യങ്ങൾ മുഴുവൻ തട്ടിയെടുത്തിട്ട് കയ്യോ കാലോ ഒടിഞ്ഞു കിടന്ന അവൻ അവളെ പൊന്നുപോലെ നോക്കും. ചോവണം, ചത്തു പുഴുക്കണം. എന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ അന്ത്യക്രിയകൾ ചെയ്തതുപോലെ അവളുടെ അന്ത്യക്രിയകൾ ചെയ്യുന്നത് എനിക്ക് കാണണം. മുത്തശ്ശി, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാ? എടി, നിനക്ക് തലയ്ക്ക് സുഖമില്ലാത്തവളല്ലേ, നിന്നെ ആര് സംശയിക്കാനാ? പിന്നെ രാധികയുടെ ജീവന് എന്തെങ്കിലും പറ്റിയ ഇവിടെ സംശയിക്കാൻ വേറെ എത്ര ആളുണ്ട്? കൽപ്പനയുണ്ട്, ഉർവശിയുണ്ട്, ഗൗതമുണ്ട്. അതൊക്കെ അവരുടെ തലയിലിരുന്നോളും. നീ അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. അവള് കഴിക്കുന്ന വെള്ളത്തിലോ ഭക്ഷണത്തിലോ ചേർത്ത് കൊടുത്താൽ മതി. നോളത്തെ അവളുടെ യാത്ര ചിതയിലേക്കായിരിക്കും. മുത്തശ്ശി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? നീ അതൊന്നും കാര്യാക്കണ്ടടി മോളെ. മുത്തശ്ശിയുടെ ബാക്കി കിടക്കുന്ന ജീവൻ നിനക്കുള്ളതാ. നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനാ. പൊയ്ക്കോ, ആരും കാണണ്ട. ശരി മുത്തശ്ശി, ഞാനെന്നാ പോട്ടെ. ആ ശരി.